കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നമ്മളൊരു യുദ്ധ സാഹചര്യത്തിലാണല്ലോ ഉള്ളത്. ആ യുദ്ധം ആരംഭിച്ചപ്പോൾ തന്നെ നമ്മുടെ വീടകങ്ങളിലെ ഗ്യാസ് സിലിണ്ടറിന്റെ ലഭ്യതയെ ആണ് അത് ആദ്യം ബാധിച്ചത്. ഇതെങ്ങനെയാണ് നിർമ്മാണ മേഖലയെ ബാധിക്കാൻ പോകുന്നത്? പ്രധാനമായും 4 കാര്യങ്ങളാണ് അതിലുള്ളത്. ഒന്നാമത്തേത്, നമുക്ക് അസംസ്കൃത വസ്തുക്കൾ, റോ മെറ്റീരിയൽസിന്റെ ലഭ്യതക്കുറവും അതിന്റെ വിലക്കയറ്റവുമാണ്. കൺസ്ട്രക്ഷന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സ്റ്റീൽ എന്ന് പറയുന്നത്. സ്റ്റീലിന്റെ വില ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഗ്യാസ് ഉണ്ടെങ്കിലാണ് അതിന്റെ പ്രോസസ്സുകൾ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് ഇൻഡസ്ട്രിയൽ ഗ്യാസ് ആണ് ഗവൺമെന്റ് കട്ട് ചെയ്തത്. അതോടുകൂടി സ്റ്റീൽ ഉത്പാദനത്തെ തന്നെ അത് വലിയ രീതിയിൽ ബാധിച്ചു. അതുകൊണ്ട് സ്റ്റീലിന്റെ വില 15 മുതൽ 20% വരെ വർദ്ധിച്ചു. ടൈൽസ് നിർമ്മാണം, ഇപ്പൊ ഗുജറാത്തിലാണ് അതിന്റെ ഒരു വലിയ ഹബ്ബ് ഉള്ളത്. അപ്പൊ അവിടേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രൊപ്പൈൻ, അതുപോലെ നാച്ചുറൽ ഗ്യാസ് പോലെ തുടങ്ങിയ സംഗതികളൊക്കെ ഈ പശ്ചിമേഷ്യയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അതൊക്കെ വിതരണം മുടങ്ങിക്കിടക്കുന്നു. അതുകൊണ്ട് ടൈൽസ് നിർമ്മാണം പൂർണ്ണമായി നിർത്തിയ മട്ടിലാണ്. ടൈലിന്റെ അവൈലബിലിറ്റി കുറവാണ്. അതുപോലെ ഉള്ള സ്റ്റോക്കുകൾ വിറ്റ് തീർക്കുന്നു, വില കൂടുന്നു, അങ്ങനെ തുടങ്ങി ടൈൽ മേഖലയിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. രണ്ടാമതായി ഇന്ധനവിലയാണ്. ഇന്ധനവില നമുക്കറിയാം, ഹോർമൂസ് അടച്ചതോടുകൂടി ക്രൂഡ് ഓയിലിന്റെ വില ആഗോളതലത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പല കമ്പനികളും ഇന്ത്യയിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിച്ചു കഴിഞ്ഞു. ഇനി പല കമ്പനികളും വർദ്ധിപ്പിക്കാൻ നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ട്രക്ക് ഉപയോഗിച്ച് നമ്മുടെ സൈറ്റുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന, നമ്മുടെ നിർമ്മാണത്തിനുമായി നമ്മൾ ഉപയോഗിക്കുന്ന കൺസ്ട്രക്ഷൻ മെറ്റീരിയലുകൾ, മണൽ, ഇഷ്ടിക പോലെയൊക്കെയുള്ള മെറ്റീരിയലുകൾ ഇനി നമുക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ കൂടുതൽ വിലയ്ക്കാണ് നമുക്ക് ലഭിക്കുക. ഇത് നമ്മളുടെ നിർമ്മാണ ചെലവിനെ ഇനി വലിയ രീതിയിൽ മാറ്റാനും വലിയ രീതിയിൽ കൂട്ടാനും പോവുകയാണ്. മൂന്നാമതായി നോക്കുകയാണെങ്കിൽ, പ്രവാസികൾക്കുണ്ടായിട്ടുള്ള ഒരു സാമ്പത്തിക അസ്ഥിരത എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് കേരളം പോലെ പ്രവാസികളാൽ വളർത്തപ്പെട്ട ഒരു സംസ്ഥാനത്ത് വലിയ ആഘാതമാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. പ്രവാസികളുടെ വരുമാനത്തിൽ ഉണ്ടായിട്ടുള്ള കുറവ്, അതുപോലെ തന്നെ അവരുടെ ജോലിയിലുള്ള അസ്ഥിരത, അതെല്ലാം കേരളത്തിൽ ഇനി പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ധൈര്യമായി തുടങ്ങുന്നതിനുള്ള സാധ്യതകളെ കുറച്ചു കൊണ്ടുവരികയാണ്. പലയിടങ്ങളിലും വീടുപണികളും മറ്റും നടക്കുന്നുണ്ടെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ വലിയ വലിയ പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പ്രോജക്റ്റുകളൊക്കെ തൽക്കാലം നിർത്തിയിരിക്കുകയാണ്. ഇതിനൊരു തീരുമാനമായിട്ടാണ് ഇനി മുന്നോട്ട് പോകുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ആളുകളൊക്കെ നിൽക്കുന്നത്. അപ്പൊ അത് ഇപ്പോഴുള്ള നമ്മളുടെ വിപണിയെ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ മേഖലയെ വളരെ മോശമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. നാലാമതായിട്ട് നോക്കുകയാണെങ്കിൽ, നമുക്ക് ഉൽപാദനത്തിലുണ്ടായിട്ടുള്ള മറ്റു തടസ്സങ്ങളാണ്. അതായത് പെട്രോകെമിക്കൽ ഉൽപ്പന്നങ്ങളുടെ ലഭ്യതക്കുറവ്, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റിംഗ് മെറ്റീരിയൽസിന്റെ ഒക്കെ ഉൽപാദനത്തെ വളരെ മോശമായി ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവയുടെ വില ഇപ്പോൾ തന്നെ 5 മുതൽ 10% വരെ വർദ്ധിച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ കൂടിക്കൂടി പോവുകയാണെങ്കിൽ ഏകദേശം നമ്മുടെ കൺസ്ട്രക്ഷൻ ചിലവ് എന്ന് പറയുന്നത് 10%-ലധികം വർധനവ് വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കോവിഡിന് ശേഷം കൺസ്ട്രക്ഷൻ മേഖലയിൽ വലിയ ഒരു വിലക്കയറ്റം ഉണ്ടാവുകയും നമ്മുടെ ആളുകൾ അതിലേക്ക് പതുക്കെ എത്തിച്ചേർന്ന് കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമുക്ക് ഈ ഒരു പശ്ചിമേഷ്യയിലെ ഒരു സാഹചര്യം കൂടി നമ്മുടെ മുമ്പിൽ വരുന്നത്. ഇനിയും ഒരു വിലക്കയറ്റം എന്ന് പറയുന്നത് നമുക്ക് താങ്ങാവുന്നതിനും അപ്പുറമാണ്. ഇതിനെ നമ്മൾ എങ്ങനെ മറികടക്കും എന്നുള്ളത് നമ്മളുടെ വലിയൊരു ആലോചനയാണ്. ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യത്തിന് മാത്രം പണിയുന്ന രീതിയിൽ വളരെ ശ്രദ്ധിച്ച് നിർമ്മാണ പ്രക്രിയകളെല്ലാം ബഡ്ജറ്റ് ഓറിയന്റഡ് ആയിട്ട് ചെയ്യുകയാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ ചെയ്യേണ്ടത്. ആവശ്യമുള്ളതും അത്യാവശ്യമുള്ളതും ഒക്കെ വളരെ കൃത്യമായി മനസ്സിലാക്കി അതിനുവേണ്ടി ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് വേണം നിർമ്മാണ മേഖലയിൽ ഇനി നമ്മൾ മുന്നോട്ട് പോകാൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നന്ദി.